നമസ്കാരം. രണ്ട് രീതിയിൽ നമുക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് ലോങ് വീഡിയോസിന്റെ ത്രൂ, മറ്റൊന്ന് ഷോർട്ട് വീഡിയോസിന്റെ ത്രൂ. ലോങ് വീഡിയോസിന്റെ ത്രൂ ആണ് മോണിറ്റൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സിന്റെ വാച്ച് ടൈമും ലാസ്റ്റ് 365 ഡേയ്സിൽ വേണം. ഇനിയും ഷോർട്ട് വീഡിയോസിലൂടെ ആണ് മോണിറ്റൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും 1000 സബ്സ്ക്രൈബേഴ്സും 90 ഡേയ്സിനുള്ളിൽ 10 മില്യൺ വ്യൂസും ഷോർട്ട് വീഡിയോസിൽ ഉണ്ടായിരിക്കണം. ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പലർക്കും 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആകുന്നതിന് ശേഷം മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ 2026 യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മോണിറ്റൈസേഷന്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയുടെ ഏൺ സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ പലർക്കും 10 മില്യൺ വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയതിനു ശേഷവും ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ഇപ്പം പലർക്കും ഉണ്ട്. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഈ മോണിറ്റൈസേഷന്റെ സെക്ഷനിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് കാണിക്കത്തില്ല. ആഫ്റ്റർ 7 ഡേയ്സ് ആയിരിക്കും. അതായത് നമ്മളുടെ ഈ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഒരു കാര്യം നമ്മുടെ മോണിറ്റൈസേഷൻ സെക്ഷനിലേക്ക് അപ്ഡേറ്റ് ആയി വരണമെന്നുണ്ടെങ്കിൽ 7 ഡേയ്സ് എടുക്കാം. 7 ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം അപ്ഡേറ്റ് ആയത് അവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്രൈറ്റീരിയ ഏകദേശം കംപ്ലീറ്റ് ആയതിനു ശേഷം ഷോർട്ട് വീഡിയോ വെച്ചിട്ട് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം ഇതാണ്. ലാസ്റ്റ് 90 ഡേയ്സിലാണ് നമുക്ക് 10 മില്യൺ വ്യൂസ് വരേണ്ടത്. അതായത് ഉദാഹരണത്തിന് ഇന്ന് എന്റെ ചാനലിൽ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുക. ഈ 10 മില്യൺ വ്യൂസ് ലാസ്റ്റ് 90 ഡേയ്സിലാണ് എനിക്ക് വേണ്ടത്. അപ്പം നാളെയാണ് ഞാൻ മോണിറ്റൈസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ 90 ഡേയ്സിൽ നിന്ന് ഒരു ദിവസം, ആദ്യത്തെ ഒരു ദിവസം കുറയും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ദിവസത്തിലാണ് എനിക്ക് 1 മില്യൺ വ്യൂ കിട്ടിയതെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ആ ഒരു മില്യൺ വ്യൂ എനിക്ക് കുറയും. പിന്നെ 9 മില്യൺ വ്യൂസേ ഉണ്ടാകത്തുള്ളൂ നാളത്തെ ദിവസം. മനസ്സിലായി? അതായത് നമ്മൾ ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ആദ്യ ദിവസങ്ങളിലെ വ്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ലാസ്റ്റ് 90 ഡേയ്സിലെ വ്യൂ ആണ് ഈ ഷോർട്ട് വീഡിയോ മോണിറ്റൈസേഷന് വേണ്ടി വേണ്ടത്. പലപ്പോഴും ഷോർട്ട് വീഡിയോ വെച്ച് മോണിറ്റൈസ് ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ കിട്ടാതെ പോകുന്നതിന്റെ ഒരു പ്രശ്നം ഇതാണ്. ചിലപ്പം ഒരു ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ആ 1 മില്യൺ വ്യൂ ഒക്കെ ഷോർട്ട് വീഡിയോസിലേക്ക് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് 90 ഡേയ്സ് നോക്കുന്നുണ്ടെങ്കിൽ അത് 90 ഡേയ്സിന് പുറത്താണെന്നുണ്ടെങ്കിൽ ആ വ്യൂ ഇതിലേക്ക് കൗണ്ട് ആകത്തുമില്ല, നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ല. പിന്നെ രണ്ടാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും എല്ലാം സെയിം ആയിട്ടുള്ള റൂളാണ്. അൺലിസ്റ്റഡ് വീഡിയോസ്, പ്രൈവറ്റ് വീഡിയോസ്, ഡിലീറ്റഡ് വീഡിയോസിന്റെ ഒന്നും വ്യൂ കൗണ്ട് മോണിറ്റൈസേഷന് കണക്കാക്കത്തില്ല. അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സിന്റെ ത്രൂ നിങ്ങൾ വ്യൂ കൊണ്ടുവന്ന് ആ ഒരു വ്യൂ വെച്ചിട്ട് മോണിറ്റൈസ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു മോണിറ്റൈസേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. സെയിം തന്നെ ലോങ് വീഡിയോസിലും അങ്ങനെ തന്നെയാണ്. ഗൂഗിൾ ആഡ്സിൽ നിന്ന് കിട്ടുന്ന വ്യൂവിൽ നിന്ന് വരുന്ന വാച്ച് ടൈം നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടി എടുക്കത്തില്ല. അപ്പോൾ അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഷോർട്ട് വീഡിയോസിലും ഉള്ളത്. പലരും ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോസിൽ നല്ല റീച്ച് ഉണ്ടാകും, അതിനുശേഷം മോണിറ്റൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെങ്കിൽ മിക്ക ആളുകൾക്കും അറിയത്തില്ല ഗൂഗിൾ ആഡ്സിൽ നിന്ന് കിട്ടുന്ന വ്യൂ മോണിറ്റൈസേഷനിലേക്ക് കൗണ്ട് ചെയ്യത്തില്ല എന്നുള്ള കാര്യം. അപ്പം നിങ്ങളുടെ ചാനലും ഇതേ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സ് വല്ലതും വെച്ച് നിങ്ങൾ കുറച്ച് വ്യൂ കയറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യൂ വെച്ചിട്ടാണ് നിങ്ങൾ മോണിറ്റൈസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.